സാധാരണ ഈ കലാകാരന്മാർ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ പൊതുവെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, പ്രൊഫഷണലായ ആളുകൾ പ്രത്യേകിച്ചും സ്വന്തം എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറുള്ളൂ. ഏതെങ്കിലും തരത്തിലൊരു എന്താ പറയാ, ഒരു സംഖ്യ നമ്മൾ കേൾക്കണം, അത് സ്വാഭാവികമാണ്. പക്ഷേ ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടായപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം, അതല്ലാത്ത തരത്തിൽ ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നു എന്നുള്ളതാണ്. നമ്മുടെ മൊത്തമായിട്ട് കലയ്ക്ക് വേണ്ടിയും മറ്റു സൗകര്യങ്ങൾക്ക് വേണ്ടിയും സൗഹൃദങ്ങൾ പുതുക്കുന്നതിനും അതുണ്ടാക്കുന്നതിനൊക്കെ സമയം ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. സി വി മാഷയുടെ ഈ ഒരു സംഗമം 2-3 വർഷം മുമ്പ് ഇവിടെ ഒരു സംഗമം നടന്നു. നല്ല ഒരു തെരഞ്ഞെടുപ്പാണ് അദ്ദേഹത്തിന്റെ ഈ സ്ഥലം. ഇവിടെ വന്നവർക്കാർക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാൻ കഴിയില്ല, ബസ്സിലൊന്നും ഇങ്ങോട്ട് വരാനും കഴിയില്ല, അതുകൊണ്ട് തിരിച്ചു പോകാനും പ്രയാസമാണ്. അതുകൊണ്ട് ഈ കൂടിയിരിക്കുന്ന ആളുകൾ കുറച്ച് സമയം ഇവിടെ ഇരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അത്ര ഒരു സ്ഥലമാണ് ഇത്. പ്രത്യേകിച്ച് ബസ് റൂട്ട് ഇതിലെ കുറവായതുകൊണ്ട് ചെറുവാടി അങ്ങാടിയിലാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് സൗകര്യം ഉണ്ടായിരുന്നു. ഏതായാലും നമ്മളൊക്കെ എല്ലാവരെയും ഇങ്ങനെ കൂടിയിരുത്താൻ, ഇങ്ങനെ ഒരു ദിവസം ഈ കൊറോണ കാലത്ത് അതൊക്കെ അവഗണിച്ചുകൊണ്ട് ഇങ്ങനെ കൂടിയിരുത്താൻ സി വിക്ക് സാധിച്ചു എന്നുള്ളത് സന്തോഷം തന്നെയാണ്. ഇതൊരു വാട്സാപ്പ് ഗ്രൂപ്പും സംവിധാനങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് സി വി തന്നെയാണ് ഇതിന്റെ എല്ലാ എന്താ പറയുക അലവും പിടിയൊക്കെ ഈ സംഗമത്തിന്റെ എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ ഈ പാട്ടും സാഹിത്യവും ഒക്കെ വയമാഷും MH വടവങ്ങാടും ഒക്കെ ഇവിടെ പറഞ്ഞു. ഈ ഒരു കാലഘട്ടത്തിൽ അതിന്റെ പ്രാധാന്യം വളരെ സജീവമായി എല്ലാ രംഗത്തും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ അതിന്റെ മൂല്യങ്ങളെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ ചർച്ച വന്നത്. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എത്രയെത്ര പാട്ടുകാരാണ് നമ്മുടെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, എത്രയെത്ര പാട്ട് എഴുത്തുകാരാണ് എന്നുള്ളത്. ആദ്യ കാലഘട്ടത്തിൽ മോയിൻകുട്ടി വൈദ്യർ, പുലിക്കോട്ടിൽ ഹൈദർ പോലെയുള്ള ചേറ്റുവായി പരീക്കുട്ടി, മുണ്ടമ്പ്ര ഉണ്ണി മുഹമ്മദ്, വടക്കിനിയടത്ത് അഹമ്മദ് കുട്ടി മല്ല, അങ്ങനെയുള്ള കുറച്ച് ആളുകൾ നമ്മൾ കേട്ടു. തുടർന്ന് ടി അബ്ദുറഹിമാനെയും SA ജമീലിനെയും നമ്മൾ കേട്ടു. അതിനുശേഷം ആ കാലഘട്ടത്തിൽ തന്നെ അതിനെ തുടർന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട OM കരുവാരക്കുണ്ട് മാഷ്, ബാപ്പു വെള്ളിപ്പറമ്പ്, KT മുഹമ്മദ് തിരൂരങ്ങാടി, അഹമ്മദ് പള്ളിക്കര, ഇങ്ങനെ ഒരുപാട് എഴുത്തുകാർ നമ്മുടെ ഇടയിലുണ്ട്. ഓരോ മേഖലയിൽ സജീവമായിട്ട് ഇടപെട്ട ആളുകളുണ്ട്. ഇവർക്ക് പിന്തുണയേകിക്കൊണ്ട് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന OM കാനേഷ്, ബാപ്പു വെള്ളിപ്പറമ്പ് എന്നിവർക്ക് പിന്തുണയേകി ബാപ്പു ആവാടുണ്ട്. നിങ്ങളുടെ ഈ സദസ് തന്നെയുള്ള പ്രഗത്ഭരായ എഴുത്തുകാർ, ഇപ്പൊ കാസർഗോഡ് PS സമീർ, അവരൊക്കെ ഈ പ്രേം സൂറത്ത് ഈ മേഖലയിൽ സജീവമാക്കിയ ആളുകളാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇതിന് സജീവമായി പിന്തുണയേകി നമ്മുടെ കൂടെ MH വള്ളവങ്ങാട്, DT അരീക്കോട്, സലാംക, ബദറുദ്ദീൻ, പാറന്നൂര്, ഫസൽ കൊടുവള്ളി, അങ്ങനെ സലാംക, കരുവമ്പൈ, ഒരുപാട് ആളുകൾ, ഇപ്പോ സൈജൽ ഉടക്കാക്കാട്, ഞാൻ എത്ര ആളോട് ഒരാളുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരുപാട് ആളുകൾ ഇപ്പൊ പാട്ട് എഴുത്തുകാർ, ഇപ്പൊ TP അബ്ദുള്ള ചെറുവാടി ഇവിടെയുണ്ട്. നമ്മളൊക്കെ തന്നെ ഈ മേഖല ഇപ്പൊ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനത് വിട്ടുപോയെങ്കിൽ ക്ഷമിക്കുക. പക്ഷെ ഒരു കാര്യവും വ്യക്തമാവുന്നത് എത്ര സൗകര്യങ്ങൾ നമുക്കുണ്ട് എന്നുള്ളതാണ്. ഒരു പാട്ട് പുറത്തിറക്കാൻ എത്ര സൗകര്യങ്ങൾ നമുക്കുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത. ഞാൻ മനസ്സിലാക്കുന്നത് പാട്ടെഴുത്തുകാരന് ഒരു മേൽവിലാസം ഉണ്ടായത് എപ്പോഴാണ്. പാട്ടുകാരന് മേൽവിലാസം ഉണ്ട്, പാട്ടുകാരന്റെ പേരിലാണ് പാട്ടൊക്കെ അറിയപ്പെടുന്നത്. ഇപ്പോ ഇവിടെ ഫൈസൽ കന്മനം പറഞ്ഞു, അല്ലാഹു അക്ബർ എന്ന കീർത്തനത്താൽ ആവേശം അലതലി രക്തം ചിന്തിയ ബദിരീങ്ങളെ എന്ന് പറഞ്ഞ പാട്ടിനെ കുറിച്ച്. അത് ചാവക്കാട് റഹ്മാൻകയുടെ പേരിലാണ്, ആബിദ റഹ്മാൻതയുടെ പേരിലാണ്. പക്ഷെ അത് എഴുതിയ ആളെ പലപ്പോഴും നമ്മൾ ഓർക്കാറില്ല. അത് പലപ്പോഴും മാപ്പിളപ്പാട്ടിനെ പറ്റിയ വലിയൊരു വീഴ്ചയാണെന്നല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ, അപ്പൊ അബൂ സൈഫുദ്ദീൻ മണത്തലയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ കുഴപ്പമുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോ ഇങ്ങനെയുള്ള ആളുകൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതിനൊരു മാറ്റം വന്നത് വിഷ്വൽ മീഡിയ സജീവമായപ്പോഴാണ്. KT മുഹമ്മദ് തിരൂരങ്ങാടി, അദ്ദേഹം ആരാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞത്. അതിനപ്പുറം ജനങ്ങളുടെ ഇടയിലേക്ക് വന്ന, ഇപ്പൊ കേസറ്റിന്റെ ഒരു സുവർണ കാലഘട്ടത്തിലൊക്കെ ജനങ്ങൾ എപ്പോഴും പാട്ടെഴുത്തുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ആളുകൾ മോയിൻകുട്ടി വൈദ്യർക്കും പുലിക്കോട്ടിൽ ഹൈദറിനും ശേഷം PT അബ്ദുറഹിമാനും SA ജമീലും OM കാനേഷും ബാപ്പു വെള്ളിപ്പറമ്പൊക്കെയാണ് ആ ഒരു കാലഘട്ടത്തിൽ വന്നവർ. അതിനപ്പുറം നമുക്ക് സൗകര്യങ്ങളുള്ളവരാണ് നമ്മൾ. ഒരു പാട്ട് എഴുതിയാൽ അത് എവിടെയും എത്തിക്കാൻ സാധിക്കുന്ന സൗകര്യങ്ങൾ ഇന്നുണ്ട്. വാട്സാപ്പ് ഒക്കെ തുറന്നാൽ എന്നും പാട്ട് തന്നെയാണ്. കാരണം ഈ പാട്ടിനെ പ്രൊമോട്ട് ചെയ്യുന്നത് പാട്ടുകാരൻ മാത്രമല്ല, പാട്ടുകാരനും ആരാണ് ഇതിന് താല്പര്യം എടുക്കുന്നത് അവർക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഒരു എഴുത്തുകാരനാണെങ്കിൽ അവന് ഇത്
സ്വന്തം പാട്ട് ക്രിയേറ്റ് ചെയ്ത് ആരെ കൊണ്ടെങ്കിലും പാടിച്ച് അത് വലിയ തോതിൽ വലിയ വലിയ ഫേസ്ബുക്ക് പേജിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ഒരുപാട് എത്തിക്കാൻ കഴിയും. അത്രയും സൗകര്യങ്ങൾ ഇപ്പോൾ വൈറലാക്കാൻ കഴിയുമെന്ന യാതൊരു സംശയമില്ല. അപ്പോഴും നിലനിൽക്കുന്ന പാട്ടുകൾ ഉണ്ടോ എന്നുള്ളതൊരു സംശയമാണ്. നിലനിൽക്കുന്ന പാട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. അത് സജീവമായി നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. നേരത്തെ OM മാഷ് സലാംകയെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ സലാംകയുടെ പാട്ടും ഞാൻ ഉദാഹരണമായിട്ട് പാടുന്നില്ല. സലാംകയുടെ പാട്ട് ഉദാഹരണമായിട്ട് പാടിക്കഴിഞ്ഞാൽ സലാംക എങ്ങനെയാണോ നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഞാൻ സലാംകയെ പോലെ പാട്ട് എഴുതിയ ഒരാളെ പാട്ട് രണ്ടുപേരും കൂടെ പാടിത്തരാം. ഉന്തി നിൽക്കണ മുന്നും പിന്നും ചന്ത കൊടുക്കണ മിന്നും പൊന്നും പന്ത കൊളത്തി പരതി നടക്കണ കണ്ട കരി കണ്ണും കണ്ട മാന്തി പതിച്ചത് കടിച്ച് മുറിച്ചത് മനുഷ്യനും തിന്നും. സലാംകയുടെ പാട്ടൊരു കോലൊക്കെ മനസ്സിലായിട്ടോ. അപ്പോ ഞാന് സലാംകയെ വിചാരിക്കുമ്പോ ഒക്കെ പുലിക്കൂട്ടിലെയാണ് OM ആലോചിക്കുന്നതെങ്കിൽ ഞാൻ SA ജമീൽക്കെയാണ് ആലോചിക്കാറുള്ളത്. ഇത്ര കൃത്യമായിട്ട് പ്രാസം ഉപയോഗിച്ച ആളുകൾ വരില്ല. ഈ പ്രാസം എന്ന് പറയുമ്പോൾ അതിങ്ങനെ ഗൗരവമായ കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഓർക്കുക. ഇത്തരം വാക്കുകളാണ്. ഞാൻ അതുകൊണ്ടാണ് ഈ പാട്ട് ഓർക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അതിൻ്റെ ഈ കഴുത്ത് ഒക്കെ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ തൊട്ടാലോ പൊട്ടുന്ന പ്രായം തൊട്ടുപോയാലോ അപായം കട്ട് തിന്നണമെങ്കിലും അതിലുണ്ട് എനിക്ക് ഭയം അവളെ തൊട്ടുപോയാൽ വലഞ്ഞല്ലോ സാധു ഈ പാവം. മാപ്പിളപ്പാട്ടിന്റെ പ്രാസം പഠിക്കാൻ ഏറ്റവും നല്ലത് ഇത്തരം കുറച്ച് പാട്ടുകൾ പഠിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മാപ്പിളപ്പാട്ട് എന്താണ് പ്രാസം എന്താണെന്ന് ചോദിക്കട്ടെ. സലാംകയുടെ പാട്ടും കേൾക്കുക. എപ്പോഴെങ്കിലുമൊക്കെ SA ജമീൽക്കയുടെ പാട്ടും കേട്ടാൽ മതി. മാപ്പിളപ്പാട്ടിന്റെ കൃത്യമായ പ്രാസം അങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന പാട്ടെഴുത്തുകാർ ഇപ്പൊ ഉണ്ട്. അപ്പോഴും ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് നിലനിൽക്കണമെങ്കിൽ നമ്മളതിന് ഇപ്പൊ ഒന്നാമത്തെ പ്രശ്നം ഇതിന്റെ ഒരു അതിപ്രസരമാണ്. ഈ അതിപ്രസരത്തിൽ നല്ലത് തിരഞ്ഞെടുക്കുന്നതിന് വലിയ പ്രയാസമാണ്. ഈ കൊറോണ വന്നത് തന്നെ നമ്മുടെ പൗരാവകാശ പ്രശ്നമല്ലേ, നമ്മുടെ നേരത്തെ ആ പ്രശ്നത്തിലെ മാപ്പിളപ്പാട്ടിന്റെ ആധിക്യം കൊണ്ടാണ് എനിക്ക് സംശയമുണ്ട്. കാരണം അമ്മാതിരി പാട്ടുകളായിരുന്നു വരില്ല. ദിവസവും 3-4 പാട്ടുകൾ വന്നിട്ട് നമുക്ക് തന്നെ ഒരു പാട്ട് ഞാനും പാടിയിട്ടുണ്ട് ബസ്സല്ലേ. അപ്പോ മനുഷ്യന്മാർക്ക് സഹിക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. അതിൽ രക്ഷപ്പെട്ട ഒരാളാണ് ബദറുദ്ദീന്റെ പാട്ട് വളരെ വൈറലായിരുന്നു. നമ്മുടെ വിടൽ കൊയ്തുക്കാൻ പാടി. പിന്നെ ഇതിന്റെ പാട്ടാണ്. ഇനി ഇപ്പൊ സാധ്യതയുള്ള ഒരു സംഗതി ഉണ്ട്. ഇപ്പൊ ചില പാട്ടുകാരൊക്കെ വിചാരിക്കുന്നത്, ഞാൻ എല്ലാരെയും പറയല്ലോ കേട്ടോ, എന്തെങ്കിലും ഒരു അതാവ് വന്നിനെ കുറച്ച് പാട്ടുകാരായിരുന്നു. ഈ പ്രളയത്തിൽ ഞാനത് കണ്ടിട്ടുണ്ട്, കൊറോണയിൽ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു വകുപ്പുണ്ട് 921 100ാം വാർഷികമുണ്ട്. കാരണം ഓർമ്മയെല്ലാം പറഞ്ഞുതരാം. ഇപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിനെ പറ്റിയാണ് പാട്ടില്ല. നല്ലത് തന്നെയാണ്. അപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ആ ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക്. ഇപ്പൊ 921 മലബാർ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് അനിക്ക അവിടെ പറഞ്ഞു. ഈ മലബാർ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് നമ്മളൊക്കെ എത്ര പേർ പാട്ട് എഴുതിയിട്ടുണ്ട്. അതിന് 100ാം വാർഷികത്തേക്ക് കാത്തു നിൽക്കേണ്ടത്. ഇന്ത്യയിൽ തന്നെ അത്ഭുതകരമായ ഒരു സമരമാണ് 921 മലബാർ സ്വാതന്ത്ര്യ സമരം. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും ആദ്യം ബ്രിട്ടീഷുകാർ ബോംബിട്ടത് ചെറുവാടിയാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ വേറെ ഒന്ന് ആലോചിച്ച് നോക്കുക. 1843 വേങ്ങരക്കടുത്ത് ചെറൂർ ഒരു സംഭവം നടക്കുകയാണ്. ചെറൂർ പടപ്പാട്ട് അതിന്റെ പശ്ചാത്തലത്തിൽ 1847 എഴുതിയാണ്. 857 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അവിടെ ഉണ്ടാവുന്നത്. 857 അതിന്റെ 10 വർഷം മുമ്പ് എഴുതിയ ഒരു ഗ്രന്ഥം ബ്രിട്ടീഷുകാർ ഇവിടെ നിരോധിക്കുകയാണ്. ചിലപ്പോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പേരിൽ ആദ്യമായി നടന്ന ഒരു സാഹിത്യകൃതിയുടെ നിരോധനം അതായിരിക്കും. ഒരു സാഹിത്യകൃതിയുടെ നിരോധനം. നമ്മൾ എത്ര പേർ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്? ഈ കിഴക്കൻ നേരെ നാട്ടിൽ നടന്ന ഒരു സംഭവമാണത്. അതുപോലെ ചൗരി ചൗര സംഭവവും നമ്മുടെ പഞ്ചാബിൽ നടന്ന എന്താ പറയാ പല സംഭവങ്ങളും നമ്മുടെ ഇടയിൽ അന്നുണ്ടല്ലോ. ആ സംഭവങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ അതിലേറെ ഭീകരമായിരുന്നു വാഗൺ ട്രാജഡി. ഇതൊന്നും ഈ പുതിയ തലമുറയ്ക്ക് എത്ര പേർക്ക് അറിയാം? അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പാട്ട് എഴുതേണ്ടതുണ്ട് എന്നാണ്. അത് എഴുതുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം ആ ചരിത്രം പഠിക്കാൻ ശ്രമിക്കണം. അതുകൊണ്ടാണ് PM കാസിം തിരുവനന്തപുരത്തേനായിരുന്നു. അദ്ദേഹം കോഴിക്കോട്ട് വന്നാണ് പാട്ട് 921 കൊള്ളയും കോലയും പലതങ്ങ് മലനാട്ടിൽ കൊള്ളക്കാരും വെള്ളക്കാരും കാട്ടിയേ. ഈ പാട്ട് 921 മുതൽ നാടകത്തിന് വേണ്ടി അദ്ദേഹം എഴുതിയാണ്.
ഞാൻ ഇപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ മലബാർ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. മലബാർ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് ഇത് വർഗീയ ലഹളയാണ്, അതല്ല അത് കാർഷിക ലഹളയാണ്, അതുമല്ല അത് സ്വാതന്ത്ര്യ സമരമാണെന്നൊക്കെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ വർഗീയ ലഹളയാണെന്ന് പറയുന്നവരോട് നമുക്ക് പറയാനുള്ള ഒറ്റ ചോദ്യമുണ്ട്. അതിലൊരു ഒരു വരിയുണ്ട്. അധികാരിച്ച കൂട്ടിന്റെ തലയവർ അറുത്തു, അതും ഒരു കുന്തത്തിമ്മെല്ലാവരും കുത്തി പീഡിച്ചു, നാട് മുഴുക്കെ കൊണ്ട് നടന്നല്ലോ ലഹളക്കാർ, നാടൻ ജന്മിയുടെ ഭൂമി പിടിച്ചല്ലോ. അധികാരിച്ച കൂട്ടിന്റെ തലയറുത്തത് എന്തുകൊണ്ടാണ്? വർഗീയ ലഹളയായിരുന്നെങ്കിൽ, വർഗീയമായിട്ടാണ് ആളുകൾ ഈ സമരത്തെ കണ്ടിരുന്നെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടതില്ലല്ലോ. അവിടെ ആരാണ് ശത്രുപക്ഷത്ത് എന്ന് സമര നേതാക്കൾ, സമര സേനാനികൾ ആലോചിച്ചിട്ടില്ല. തങ്ങളുടെ ഈ വിഷയത്തിനെതിരെ, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനെതിരെ നിൽക്കുന്നവരൊക്കെ അവർക്ക് ശത്രുക്കളായിരുന്നു. അതുകൊണ്ടാണ് ആമു സൂപ്രണ്ടും അധികാരി ചേക്കൂട്ടിയും ഇവരുടെ കൊലക്കത്തിക്കിരയായത്. അതൊക്കെ വേറെ തരത്തിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഇപ്പോ ജോലിയിലിരിക്കുമ്പോ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഇപ്പോ പോലീസ് ഓഫീസർ ആകുമ്പോൾ ജോലിയിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം, റിട്ടയർ ചെയ്തതിന് ശേഷം ഈ സമരക്കാരെ ബ്രിട്ടീഷുകാർക്ക് ഒറ്റുകൊടുത്തു അധികാരി ചേക്കൂട്ടി. അതുകൊണ്ടാണ് അധികാരി ചേക്കൂട്ടിന്റെ തലയവർത്തു, അതും ഒരു കുന്തത്തിന്മേൽ അവർ കുത്തിപ്പിടിച്ചുകൊണ്ട് ഈ ഒരു പാട്ട് വെച്ച് നമുക്ക് പറയാൻ സാധിക്കും, ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വലിയ തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണയിൽ വരുന്ന ചരിത്രത്തെ നമുക്ക് പൊടിച്ചെഴുതാൻ സാധിക്കും. അങ്ങനെ പാട്ട് എഴുതാൻ സാധിക്കണം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ കൂടി ഒരുപാട് എഴുത്തുകാർ, നിങ്ങളൊക്കെ ഈ ഒരു വിഷയത്തിൽ പാട്ട് എഴുതണം. അത് മനോഹരമായിട്ട് എഴുതണം. പാട്ട് എഴുതണം എന്നല്ല ഞാൻ പറഞ്ഞത്, നിലനിൽക്കുന്ന തരത്തിൽ പാട്ട് എഴുതണം. അങ്ങനെയെങ്കിലും ചിലപ്പോൾ ഈ സമരത്തെ അതിന്റെ യഥാർത്ഥ തരത്തിലേക്ക്, യഥാർത്ഥ ചരിത്രത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ അങ്ങനെ പറയുന്നില്ലേ, പണ്ട് PM ഖാസിം ഖാൻ തന്നെ എഴുതിയ ഒരു പാട്ടുണ്ട്. വന്നെത്തി വാസ്കോഡി ഗാമയും ലന്തക്ക, പിന്നെപ്പാറങ്കികൾ എത്തിപ്പോയി കൊന്തക്ക, മന്നൻ ഇംഗ്ലീഷിന്റെ പൊന്നാര ബന്ധക്ക, മിന്നും ചാരക്കുമായി വന്നൊരു സ്വന്തക്ക. എത്ര കൃത്യമായിട്ടാണ് ഈ പ്രാസം വെച്ച് പറയുന്നത്. നമ്മുടെ നാട്ടിലേക്ക് അധിനിവേശം വന്ന് എന്നിട്ട് പറയാണ്, അന്ന് തൊട്ട് ഇന്നോളവും മലയാള മണ്ണിന്റെ അഭിമാനം കാത്തവർ, പൊന്നായ നാടിനെ കീഴമർത്തുവാൻ വന്നവരോട് ഏറ്റുപൊരുതവർ, അമ്പുറ്റോരി മലയാളം വെച്ചുള്ള പമ്പര മാപ്പിള ധീരരെ, തുമ്പരോട് ഏറ്റുപട പൊരുതിയ പമ്പര മാപ്പിള ധീരരെ. ഈ പാട്ടൊക്കെ SFI പാടി നമ്മൾ ഇപ്പോഴൊക്കെ യേശുദാസ് പാടിന്റെ ഈ പാട്ട് അതിലെ വിഷയം കൊണ്ടാണ്. അപ്പൊ ആ തരത്തിൽ നമ്മൾ പാട്ട് എഴുതേണ്ടതുണ്ട്. ആളുകൾക്ക് ആകർഷിക്കുന്ന തരത്തിൽ അത് ചിട്ടപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളത്. ഈ ചിട്ടപ്പെടുത്തേണ്ട വലിയൊരു കാര്യം. വലിയ സംഗീത സംവിധായകരുടെ കാര്യമൊന്നുമില്ല. വലിയ സംഗീത സംവിധായകർ മമ്മൂട്ടിക്കാരോട് ക്ഷമിക്കുന്നു, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. മാപ്പിളപ്പാട്ട് ചിട്ടപ്പെടുത്തണമെങ്കിൽ മാപ്പിളപ്പാട്ടാവണം, അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടിന്റെ ഈണമായിരിക്കണം. ചിലപ്പോ പ്രൊഡ്യൂസർ പറയുന്നതോ അല്ലെങ്കിൽ അത് ആ തരത്തിൽ ചെയ്യുന്ന കാര്യങ്ങളോ ആയിരിക്കാം. പക്ഷെ പലപ്പോഴും നമ്മൾ ഇപ്പൊ കേൾക്കുന്ന പാട്ടിന് മാപ്പിളപ്പാട്ടിന്റെ ഒരു ഈണമില്ലാത്തതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ എഴുതി വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, എഴുതി വെച്ചത് കൊണ്ടൊന്നും പാട്ടാവുകയില്ല. അപ്പൊ ചില ആളുകൾ ചെയ്തൊരു പണിയുണ്ട്. ഞങ്ങൾ ഈ മീഡിയ 14 രാവിലെ ഉള്ള സമയത്ത് ഈ പുതിയ പാട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു സെഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ ചിന്തിക്കുകയായിരുന്നു, നിങ്ങളൊക്കെ എത്രയോ പേർക്ക് അതിലൊക്കെ സഹകരിക്കുക. അപ്പോഴൊക്കെ പരിപാടി നിന്നുപോയി. നിങ്ങളൊക്കെ പാട്ടുകളൊക്കെ അതിൽ വയമാശന്റെ പാട്ട് വന്നിട്ടുണ്ട്, പലരുടെ പാട്ടും വന്നിട്ടുണ്ട്. അപ്പോ അതിനൊക്കെ അവസരം ഇനി ഉണ്ടാവുമെന്ന് വിചാരിക്കുക. പല പരിപാടികളും തുടങ്ങാൻ അണിയറിയാണ്. അപ്പൊ ആ പാട്ടുകൾ രംഗത്ത് വരുമ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മാപ്പിളപ്പാട്ടാണ്. ഇപ്പൊ TP ഒക്കെ അങ്ങനെ ആ തരത്തിലൂടെ പാട്ട് എഴുതിയതാണ്. ഒരു മാപ്പിളപ്പാട്ട് ആദ്യം മനസ്സിലാക്കണം. അല്ലാതെ സംഗീത സംവിധായകന് എത്രത്തോളം കഴിവുണ്ടെന്ന് തെളിയിക്കലല്ല. ഞാൻ ചിലപ്പോൾ കണ്ടൊരു കാര്യമാണ്, സംഗീത സംവിധായകൻ എത്രത്തോളം കഴിവുണ്ടെന്ന് തെളിയിച്ച് ഈ കുട്ടികൾ അന്തം വിട്ട് പാടുകയാണ്. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഞാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് എന്തോ ഒരു സംഭവമായിരിക്കണം എന്നുള്ള ഒരു ഗൂഢമായ ലക്ഷ്യം ചിലപ്പോ ഈ ചിട്ടപ്പെടുത്തുന്ന ആൾക്കാരെടുത്തും കൂടി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും അത് അന്തം വിട്ട് നിന്നിട്ടുണ്ട്. കാരണം ഇങ്ങനെയാണോ? അതുകൊണ്ട് തന്നെ അവരുടെ പാടുന്ന കുഴപ്പമുണ്ട്. 4 ആളെ കേട്ട് പിന്നെ പാട്ടാരെ കേൾക്കൂല. ഇതൊരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് മാപ്പിളപ്പാട്ടിന്റെ ഈണത്തിൽ ചിട്ടപ്പെടുത്തി മനോഹരമായ മാപ്പിളപ്പാട്ടിന്റെ ശൈലിയിൽ എഴുതിയുകൊണ്ട് ഈ പാട്ടുകൾക്ക് ഒരു പുതിയ മാനം നൽകാൻ നമുക്ക് സാധിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനൊക്കെ ഒരു തുടക്കമാവണം, അല്ലെങ്കിൽ അതിനൊക്കെയുള്ള ആലോചനകൾ ഈ പരിപാടികളിലൊക്കെ ഉണ്ടാവണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെയുള്ള കലാകാരന്മാർ, അങ്ങനെയുള്ള എഴുത്തുകാരാണ് അവർ മറ്റൊന്നും ആലോചിച്ചിട്ടില്ല, മറ്റൊന്നും അവർ ചിന്തിച്ചിട്ടില്ല. അപ്പൊ ആദ്യത്തെ അവിടെ ഇരിക്കുന്നുണ്ട്. എനിക്കറിയാം, ഞാൻ ചാവക്കാട് റഹ്മാൻകയുടെ പാട്ട് ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. കാസർഗോഡ് ടൗൺ ഹാളിൽ T ഉബൈദും അദ്ദേഹം ഒരുപാട് കാലം കാസർഗോഡ് ജീവിച്ചിട്ടുണ്ട്.
താനൂരിൽ അവസാനം ഉണ്ടായിരുന്നെങ്കിലും കാസർഗോഡൊക്കെ അവരൊക്കെ പരിപാടികൾ, അവർ പാടുന്ന പാട്ടുകൾ, മാപ്പിളപ്പാട്ടിന്റെ സംഗീതത്തിന് പുതിയൊരു മാന നൽകിയ വ്യക്തിയാണ് ചാവക്കാട് റഹ്മാൻ ഖാൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചില പാട്ടുകൾ വേറിട്ട് നിൽക്കുന്നത്. അത് പരീക്ഷണങ്ങൾ നല്ലതാണ്. അപ്പോഴും ഇതിന്റെ ഒരു തനിമ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും ഈ തനിമ എന്ന് പറയുന്ന വാക്ക് തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കാണ്. തനിമ എന്ന് പറഞ്ഞാൽ പഴമയല്ല, അത് ഒരു സംസ്കാരത്തോടുള്ള നീതിയാണ്. പഴയതൊക്കെ തനിമയൊന്നുമില്ല. അങ്ങനെയാണ് പഴയ കാലത്ത് പല പാട്ടും നിങ്ങൾ ഇതിൽ പെടുത്തേണ്ടി വരും. പഴയതൊക്കെ തനിമ എന്ന് പറയാം. ഏത് കാലത്തും നല്ല പാട്ടും മോശം പാട്ടും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ തനിമ എന്ന വാക്കിന് നമ്മൾ പഴമ എന്നതിൽ കാണേണ്ടതില്ല. അത് പുതിയ കാലത്ത് ചെയ്യാവുന്നതാണ്. പക്ഷേ അതൊരു സംസ്കാരത്തോടുള്ള നീതിയാണ്. ആ തരത്തിൽ അതിനെ നമ്മൾ സമീപിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ചാവക്കാട് റഹ്മാൻ ഖാനെ പോലെയുള്ള ആൾ അഹമ്മദ് പള്ളിക്കര, ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ അഹമ്മദ് പള്ളിക്കര എന്ന് പറയുന്ന മനുഷ്യനെ ആരാണ് ഓർക്കാറ്? ഉബൈദ് മാഷെ കുറിച്ച് നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ പറയാറുണ്ട്. ഉബൈദ് മാഷ് യഥാർത്ഥത്തിൽ എത്ര മാപ്പിളപ്പാട്ട് എഴുതുന്നത് എനിക്കറിയില്ല. വളരെ വിരലുണ്ടാവുന്ന പാട്ട് എഴുതിയിട്ടുള്ളൂ. കാസർഗോഡുകാരത് കേട്ട് എന്നോട് ദേഷ്യപ്പെട്ടൊന്നും കാര്യമല്ല. അദ്ദേഹം മാപ്പിളപ്പാട്ട് അതൊന്നും എഴുതിയിട്ടില്ല. ജയിച്ചിടുന്നിതു മാമക ജനനി, ജയിച്ചിടുന്നിതു കേരള ധരണി, ജഗത്തിലൊക്കെ പെരുത്ത തൂവൊളി പരത്തിടും സുമനി, ഉലകിലെ ജനതതി അനുദിന മനവധി വിനുതികൾ പൊഴിച്ചിടും രമണീ. മനോഹരമായിട്ട് കേരളത്തെ കുറിച്ച് അദ്ദേഹം വലിയൊരു പാട്ടാണ്. മയക്കി വാഴൂ പണ്ട് മുതൽക്കേ മഹീതലത്തെ സുഭഗതയാൽ നീ, മതങ്ങളനവധി പവൽ സവിധമതി ലിണങ്ങി വാഴുകയാൽ, അകലുഷ മമതയൊടിത തവ വരുതിയിൽ സമതയോടൊതുങ്ങി മേവുകയാൽ, നയത്തൊടന്ന് പറങ്കികളൊടുപട നടത്തിയൊരു കുഞ്ഞാലി മരക്ക, നവീനവമ്പുടെ പഴശ്ശി ഭൂപതി തുടങ്ങിയോർത്തായേ, അതുപടി നരകുലവർപ്പത തവ മഹിതകൾ വളർത്തുപോരായേ, സ്വയം സമാർജിത സമ്പന്നതയ സ്വതന്ത്ര ഭാരത കൽപകവനമായി സമസ്ത ഭിന്നതയമർത്തി മഞ്ഞിൽ മുഴക്കി നവകഹനം, കലയുടെ വരരുചിയോടു അതിനോടു വിലസീടുക പ്രബുദ്ധ മലയാളം. ഉബൈദ് മാഷ് എഴുതിയ മനോഹരമായ ഒരു പാട്ടാണിത്. വേറൊരു പാട്ടുണ്ട് കേരളത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതുലിത സൗഭാഗ്യത്തികമാൽ പുകളൊളി പൂരം തൂകി വിളങ്ങും അനിതര സൽഗുണശാലിനി മാമ കേരള റാണി, ജയ ജയ ജനനി അഭിനവ ഭാരത ഭൂഷണമാകി സുമധുരവാണി. മാപ്പിളപ്പാട്ടിന്റെ ഇപ്പൊ നമ്മളൊക്കെ പറയുന്ന ചില ചിട്ടവട്ടങ്ങൾ ഉണ്ട്. കുറച്ച് പാട്ട് എഴുതിയ ആളാണ് അദ്ദേഹം. അതിനപ്പുറം അദ്ദേഹം മാപ്പിള കലാസാഹിത്യ രംഗത്ത് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയാണ്. അദ്ദേഹം ചെയ്ത പ്രസംഗം ഈ മുഖ്യധാര സാഹിത്യ രംഗത്തേക്ക് മാപ്പിളപ്പാട്ടിന് അദ്ദേഹം കൊണ്ടുവന്ന ഒരു തരം. ഇന്ന് മാപ്പിളപ്പാട്ട് ശ്രദ്ധിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഉബൈദ് മാഷ് തന്നെയാണ്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അതിലപ്പുറം കാസർഗോഡ് അഹമ്മദ് പള്ളിക്കര എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജീവിച്ചിട്ടുണ്ട്. ഈ മെനഞ്ഞാന്ന് ഒരാളെന്നെ വിളിച്ചോട് ചോദിച്ചു, അഹമ്മദ് പള്ളിക്കരയെ എന്തുകൊണ്ട് മുഖ്യധാര ഈ ഒരു മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ അവഗണിക്കുന്നു എന്ന്. പക്ഷെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ നമ്മുടെ മുമ്പിലുണ്ട്. പാടി ബിലാൽ എന്ന പൂങ്കുയില് പണ്ട് പാവനദീനിൽ തേനിശല് ഹാലിളകും കൂട്ടത്തില് പുണ്യ കലിമത്തുറപ്പിച്ച പൂങ്കരല്. എത്ര പാട്ടുകളാണ്. നിങ്ങൾ ആരെങ്കിലും മുഹമ്മദ് പള്ളിക്കരയെ കുറിച്ച് ആലോചിച്ചത് എനിക്കറിയില്ല. ഒരു പാവ മനുഷ്യനായിരുന്നു. ഞാൻ അദ്ദേഹത്തെ 1 2 തവണ കണ്ടിട്ടുണ്ട്. ഈ താരാട്ട് പാടുന്ന ലോകത്ത് ജീവിച്ച് അങ്ങനെ അങ്ങ് വയമാഷക്ക് എന്തായാലും അദ്ദേഹത്തെ അറിയാവും, സി മാഷക്ക് ഓർമ്മ ഉണ്ടാവും. അങ്ങനെയുള്ള മനുഷ്യന്മാരെ കുറിച്ച് മനുഷ്യന്മാരെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എത്ര പാട്ടുകൾ അറിയോ? ഇരുതാക മൂത്ത് റസൂലുള്ളാന്റെ അരുളാറ്റ പൂമകളായ നല്ല സുരലോക പ്രാണി ഫാത്തിമാന്റെ ശരവേറും കല്യാണ ചേരി ചൊല്ല. ഇതൊക്കെ ഭാഷയാണ്. വേറൊരു പാട്ടുണ്ടല്ലോ, നമ്മുടെ ആറ്റൽ നബിയുടെ മകൾ ഫാത്തിമ. ആ ഭാഗത്തുള്ള നല്ല പാട്ടുകളൊക്കെ മനസ്സെന്ന പൂവാടി ഉള്ളിൽ മുഖപ്പത്ത് ഒരു രാജാത്തി ഒരു പാട്ടല്ലേ. ഇതൊക്കെ അഹമ്മദ് പള്ളിക്കരയുടെയാണ്. ആ ഭാഗത്തുള്ള മുഴുവൻ ആളുകളും പാടുന്ന പാട്ടുകൾ ശ്രദ്ധിക്കുക. അവര് പോലും വേണ്ടത്ര അഹമ്മദ് പള്ളിക്കരയെ കുറിച്ചോ അദ്ദേഹത്തിന്റെ ഒരു സ്മാരകത്തെ കുറിച്ചോ
അദ്ദേഹത്തിന്റെ ഒരു അനുസ്മരണത്തെ കുറിച്ചോ ആലോചിക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മളിപ്പോ മാപ്പിളപ്പാട്ടിന്റെ ഒരു മോഡലായി പുതിയ കാലത്ത് നമ്മുടെ പാട്ടിന്റെ രസം നമുക്ക് തന്ന ആളുകൾ ഇവരൊക്കെയാണ്. PT ഇങ്ങോട്ട് വന്നാൽ PT അത്രയും മാറ്റിനെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. ഞാൻ ഫെബ്രുവരി 5 അദ്ദേഹത്തിന്റെ 2003 ഫെബ്രുവരി 9 അദ്ദേഹം മരിച്ചത്. അദ്ദേഹം മരിച്ചിട്ട് 18 വർഷമായി. അദ്ദേഹത്തിന്റെ പാട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മാപ്പിളപ്പാട്ടിന്റെ രസം എന്റെ മനസ്സിൽ അനുഭവിപ്പിച്ചത് PT തന്നെയാണ്. ഫിലോസഫിക്കലായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, സാധാരണക്കാരുടെ ഭാഷ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇപ്പോ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ തമാശ പാട്ട് പോലും കണ്ടാലഴകുള്ള പെണ്ണ് എഴുതിയാണ്. ഇത് അതേ PT തന്നെയാണ്. നമസ്കാര വിരിപ്പിൽ മുഖമർത്തി നടുങ്ങുന്നു കരയുന്നു കൽബൂണ ഇട നെഞ്ച് തുടി കൊട്ടി പാടി പാടി ഇതുവരെ ഇവിടെ നാം എന്തു നേടി. നമസ്കാര വിരിപ്പിൽ മുഖമർത്തി നടുങ്ങുന്നു കരയുന്നു കൽബുണർത്തി. പലരെല്ലാം ഇതുവഴി വന്ന് പോയി, പകലിരവുകൾ മാറി എന്തുണ്ടായി. പലരെല്ലാം ഇതുവഴി വന്ന് പോയി, പകലിരവുകൾ മാറി എന്തുണ്ടായി. കാര്യങ്ങൾ പഠിപ്പിച്ചോരെല്ലാം പോയി, കാരക്ക തൈകൾക്ക് വളങ്ങളായി. നമസ്കാര വിരിപ്പിൽ മുഖമർത്തി നടുങ്ങുന്നു കരയുന്നു കൽബുണർത്തി. ഇവിടെ ഹക്കീമും ഷാദിയൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഈ മ്യൂസിക് പഠിച്ച ആൾക്കാർ സദസ് ഉണ്ടാക്കി കുറച്ച് ബേജാറാണ്. അതൊക്കെ അങ്ങ് വിട്ടാളാൻ പറയും. അപ്പോ മറ്റു കാര്യങ്ങളൊക്കെ വിട്ടാളാം. ഞാൻ ചെടിച്ചൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. ഞാനൊരു പോയത്തക്കാരൻ ഇങ്ങനെ പാടുന്നു വിചാരിച്ചാൽ മതി. ആ തരത്തിൽ ചിന്തിക്കുമ്പോ പിന്നെ ഇതിനെ പറ്റി ഒരുപാട് അങ്ങനെ മനുഷ്യന്മാരെങ്ങനെ ദോഷൈക തീർക്കുകളാണ്. അപ്പൊ ആ തൂത്തിൽ ചിന്തിക്കണ്ട. അപ്പൊ ഇവിടെ ഇങ്ങനെ എനിക്ക് റെസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ പാടുന്നത്. അപ്പോ ഇത്തരം പാട്ടുകൾ എനിക്ക് വീട്ടിൽ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. പലരെല്ലാം ഇതുവഴി വന്നുപോയി, പകലിരവുകൾ മാറി എന്തുണ്ടായി, കാര്യങ്ങൾ പഠിപ്പിച്ചവരെല്ലാം പോയി, കാരക്കത്തൈകൾക്ക് വളങ്ങളായി. ഇവിടെ ആരും ശാശ്വതമായി ജീവിക്കുന്നില്ല. അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ടെന്നുള്ള ഈ 4 വരിയിൽ PT മനോഹരമായിട്ടുണ്ട്. PTയുടെ ചില ഒരു പ്രത്യേക രീതിയുണ്ട്. ഇപ്പൊ നിത്യവും പൊള്ളുന്ന കണ്ണുനീർ വീണെന്റെ നിസ്കാരമായ പോയിരുന്നു പോയെ ഞാനെന്നെ മറന്ന് പോയേ. നിത്യവും മറിമായത്തിൻ്റെ ദുനിയാവ് കണ്ടിട്ട് മറിയാതിരിക്കാൻ കഴിവ് നീക്ക്. റബ്ബേ മരണനേരത്ത് സുവർഗം കാട്ട്. അല്ലാത്തയുള്ളോനെ നിന്റെ വാക്കിന്റെ കൽവിന്റെ കൈ മുമ്പിൽ നീട്ടിക്കൊണ്ട് കണ്ണിൽ നീരുമൊഴുക്കിക്കൊണ്ട്. ഇങ്ങനെ PT ഇപ്പോ PTയെ കുറിച്ച് പീർക്ക പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പീർക്ക കാഫില കെട്ടി വരുന്നവരെ എന്ന് പറയുന്നൊരു പാട്ട് വളരെ പ്രസിദ്ധമായിരുന്നു. തലശ്ശേരി ഉമ്മർക്കയും ഫസീലത്തേക്ക് അത് പാടിട്ട് കാഫില കെട്ടി വരുന്നവര് കാരക്ക തോട്ടങ്ങൾ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ പാട്ടിന്റെ ഒരു
ഒരു ഫ്രെയിം കണ്ടിട്ട് പീറ്റിന്റെ അടുത്ത് പോയിട്ട് നമ്മുടെ പീർക്ക പറയുന്നത് എനിക്കിങ്ങനെ ഈ കാഫില എന്ന് പറയുന്ന വാക്കിൽ ഒരു പാട്ട് വേണം. അങ്ങനെയാണ് പീർക്ക പീറ്റ് ചെയ്യുന്നത്. കാഫുമല കണ്ട പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ട് വന്നാട്ടേ കാരക്ക കായ്ക്കുന്ന നാടിന്റെ മധുപോറും കിസ്സ പറഞ്ഞാട്ടേ ആമിന കോമന പൊന്മകനായി ആരംഭ പൈതൽ പിറന്നിരുന്നോ ആരംഭ പൈതൽ പിറന്ന നേരം ആനന്ദ പൂത്ത് വിടർന്നിരുന്നു. പീട്ടിയുടെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ പാട്ടുകാരുടെയും പ്രസിദ്ധമായ പാട്ടുകളൊക്കെ പീട്ടിയുടേതാണ്. ഇപ്പോ ഫസീലത്തായുടെ പാട്ടുകൾ, വി എൻ കുട്ടി മാഷിന്റെ പാട്ടുകൾ, മുസക്ക മിറാജ് ലാവലക്കാറ്റ്, മൈലാഞ്ചി അരച്ചല്ലോ, ചെമ്പകപ്പൂ തേനി തലധരം, അതുപോലെ അദ്ദേഹത്തിന്റെ ആകാശഭൂമി അള്ളാഹുവിന്റെ കുതിരത്തിനാലെ ഇബ്രാഹിം എന്ന നബിയോടൊരാജ്ഞ ഇസ്മായിലാകും പൊന്മോനെ അറുക്കാൻ. ഇതൊക്കെ ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ പീട്ടി പാട്ട്. അതേ പീട്ടിയാണ് പള്ളി മിനാരത്തിൽ നിന്നും പറക്കുന്ന വെള്ളിപ്പിറാവുകളെ. ഈ പാട്ടൊക്കെ എഴുതിയത് യാ ഇലാഹി എന്നെ നീ പടച്ചുവല്ലോ ഏറെ യാതന സഹിക്കുവാൻ വിധിച്ചുവല്ലോ ഞാൻ പറഞ്ഞിട്ടല്ല നീ പടച്ചതെന്നെ ഞാവമാന പക്ഷി പോ കരച്ചിൽ തന്നെ. പ്രവാചക പവിത്രകാലങ്ങളെ കുറിച്ച് നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്. പീട്ടിയതിന്റെ വരികളിൽ ആമിനാമിക്കോമനം വരെ നമുക്കറിയാം. അന്ത പാപാന്ത കാലത്തിൽ താങ്കൾ എന്റെ മാനത്തുരിക്കേണ്ടും തിങ്കൾ. ഇങ്ങനെ മാപ്പിളപ്പാട്ടിൽ ആരും റസൂലിനെ പറഞ്ഞിട്ടില്ല. അന്ത പാപാന്ത കാലത്തിൽ താങ്കൾ എന്റെ മാനത്തുരിക്കേണ്ടും തിങ്കൾ. അതേ പീഡി തന്നെയാണ് കാതൃകത്വം കരൾ കൊണ്ട് കാണി കാണാൻ വിധി കൂട്ടല്ല വിധി കൂട്ടല്ല. ഈ പാട്ടിൽ വരിയുണ്ട് ഹക്കിലും ഹട്ടായ ഹക്കല്ലേ. പ്രവാചകനെ പീട്ടി പറയാണ്. ഇപ്പോഴൊക്കെ ഞാൻ ഈ നബിദിന പരിപാടിക്കോ ചിലപ്പോൾ നമ്മൾ പോയി സദസ്സിലുണ്ടാവും. അപ്പൊ ചില പാട്ടുകളൊക്കെ പാടുമ്പോൾ ചില ആളുകളൊക്കെ പാട്ട് കെട്ടിക്കൂട്ടുന്ന കാണുമ്പോൾ ഞാൻ ഈ പാട്ടൊക്കെ ചിന്തിക്കാറുണ്ട്. ഏറ്റവും അവസാനം നമ്മുടെ ഉസ്താദന്മാരൊക്കെ ചെയ്ത ഒരു പണി, അവർക്ക് ഈ പാട്ടൊക്കെ ഇവിടെ ഉണ്ട്. അവർ ട്രഡീഷണലെ കുറിച്ചൊക്കെ പറയും. അപ്പോൾ അവർ എഴുതിയ ഏതെങ്കിലും സിനിമാ പാട്ടുകളെ എന്നിട്ട് ഒരിക്കലും നിലനിൽക്കാത്ത പാട്ടുകൾ എഴുതുക. അവിടെയാണ് നമ്മൾ പീട്ടിയെ കുറിച്ച് ഒക്കെ ആലോചിക്കുന്നത്. ഇങ്ങനെയുള്ള പാട്ടുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. പീട്ടി കൈവെക്കാത്ത വിഷയങ്ങളില്ല. അത് ഞാൻ അങ്ങനെ പീട്ടിയുടെ ഭാഗം വിടുകയാണ്. നാടകഗാനങ്ങൾ പീട്ടി എഴുതിയിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ പ്രസിദ്ധമായ ഒരു പാട്ടില്ലേ, നൈൽ നദി പാട്ട് വരികയില്ല. അത് KT മമ്മൂട്ടിക്ക പാടിയ പാട്ടാണ്. പീർക്കല്ല ഒറിജിനലായി പാടിയത് KT ആണ്. ഈ പാട്ട് പീട്ടി ചെയ്ത ഒരു നാടകത്തിന് വേണ്ടി എഴുതിയ പാട്ടാണ്. അങ്ങനെ പീട്ടി എന്ന് പറഞ്ഞ എഴുത്തുകാരൻ ഓ ആബു മാഷ് ആവാശ പാട്ടല്ലേ, ഓമനാമുഹമ്മദീനെ പോത്തിനായ ചില്ല ഓമനിക്കാൻ പാപ്പ വേണം പാപ്പ ജീവിപ്പില്ല ഓത്തു പള്ളിയിലോതിയില്ല എങ്കിലുമാവാനൻ ഓർത്തിടാതെ പോലും ഒറ്റ കള്ളമോതിയില്ല. ഞാൻ പറഞ്ഞത് ഈ സംഭവം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരികയാണ്. അപ്പൊ യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകനായി ഉണ്ടോ സഖി ഒരു കുലം മന്ത്രി, ഇതൊക്കെ ആ ചരിത്രം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരികയാണ്. അങ്ങനെ പാട്ട് എഴുതുമ്പോഴാണ് അത് കാലത്ത് അതിജീവിച്ച് നിലനിൽക്കുന്നത് പറയാനാണ്. അപ്പൊ എസ് എ ജമീൽക്ക പീട്ടിക്കൊള്ള ഒരു പ്രത്യേകത. അപ്പൊ ഈ ജമീൽക്കയുടെ പ്രശ്നം ഞാൻ പറഞ്ഞ ജമീൽക്ക ഇങ്ങനെ പറഞ്ഞു പോകും. എന്നാലും ജമീൽക്ക എന്ന് പറയുന്ന എഴുത്തുകാരൻ അദ്ദേഹം ഏത് കഥാപാത്രമാണ് പാട്ടിൽ അവതരിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും തോന്നുന്നു നമ്മളാണ്. ഗൾഫ് ഭർത്താവാണെങ്കിൽ നമുക്ക് തോന്നുക ഇത് എന്റെ ചരിത്രമാണ്. ഭാര്യയ്ക്കും അങ്ങനെ തോന്നുന്നു. ഇനി സാധാരണ ഭർത്താവിന്റെ സങ്കടം പറയുന്നൊരു പാട്ട് അദ്ദേഹം പറ്റിയിട്ടുണ്ടോ? അത് ഞാൻ നാളെ അവിടെ പറഞ്ഞിരുന്നു, വീണ്ടും ആവർത്തിക്കുന്നില്ല. ആ പാട്ട് പറയാനാണ് വെച്ച് പറയുന്നത്. പതിറ്റാണ്ടുകൾ ഓടിത്തളർന്നൊരു ദാമ്പത്യം കത്തിക്കരിഞ്ഞൊരു വർഷം
പേടിക്കും പാവം പുരുഷന്റെ രഹസ്യമോ ചിന്തകൾ ചിത്രനിതായി പരപ്പിലന്ന് വിടർന്ന് കാണാം വിശ്വകവിത കരിനീലവിളിയെന്നാടി പരപ്പിലന്ന് വിടർന്ന് കാണാം വിശ്വകവിത ഇന്നതേ കണ്ണിക്കവാടത്തിൻ കാലത്തിൻ കൈപ്പടയും വായിക്കാം ജീവിതത്തിൻ വ്യർത്ഥത പാതിരാ കഴിഞ്ഞാലും പട്ടുമെത്രയാണേലും അന്നൊന്നുറങ്ങി കിട്ടാനത്തൊരു നിരക്കം പാതിരാ കഴിഞ്ഞാലും പട്ടുമെത്രയാണേലും അന്നൊന്നുറങ്ങി കിട്ടാനത്തൊരു നിരക്കം ഇന്ന് പായിലോ അല്ല പടിയിലോ വെറും തറയിലോ കിടന്നാൽ വിടുകോടും പിന്നെ വെറും ഉറക്കം. ഇത് ഇങ്ങനെ ഇവരെ കൂട്ടത്തില് ഇങ്ങനെ പാടിയാൽ എല്ലാവർക്കും അതുകൊണ്ട് ശരിയാവില്ല. ശരിക്കും അത് അർത്ഥം ഇങ്ങനെ ആലോചിച്ചിട്ട് അന്തപ്പെട്ട് നിൽക്കണം. അപ്പോഴാണ് അതാണ് എസ് എ ജമീൽ. ഞാൻ ഈ പാട്ട് ഇങ്ങനെ പാടാൻ വേണ്ടിയിട്ട് പറയല്ല. അപ്പോ പണ്ട് ഒരു നാട്ടിലൊരു ഉസ്താദ് പറയുന്നു, നമുക്ക് പേടിയാണിക്ക് മതപ്രസംഗം നടത്തുമ്പോ മൂപ്പര നാട്ടിലെ ഖത്തീബാണ്. അപ്പൊ മൂപ്പരൊരു പ്രസംഗം മൂപ്പരൊരു മതപ്രസംഗം ഉണ്ടാവും. മൂപ്പര കുറച്ച് എരിവും കൂടിയുള്ള വയറൊക്കെയാണ് പറയുക. അതുകൊണ്ട് ചെറുപ്പക്കാർ ആ ദിവസം വളരെ ആവേശത്തിൽ അവിടെ വരും. അപ്പോ ഇത് കാരണവന്മാർക്ക് വലിയ പ്രശ്നമായി. ഇപ്പൊ റമദാനില് 30 ദിവസം വാല് പറയാനായിട്ട് ഇരുന്നിച്ചപ്പോ ചെറുപ്പക്കാരെ പറഞ്ഞു, ഇയാളെ പ്രസംഗത്തിന് വിളിക്കണ്ട, അതൊരു പ്രശ്നമാണ്, റമദാനല്ലേ, കാരണം നമ്മൾ നോമ്പാട് നിൽക്കണ്ടേ. അപ്പൊ പറഞ്ഞ ഒരാൾ പറഞ്ഞു, ഒരു ദിവസം അദ്ദേഹത്തിന് കൊടുക്കുക, അദ്ദേഹത്തിന് ഒരു നിലക്കും എരിവും പൊടിയും കൂട്ടാത്തൊരു വിഷയം കൊടുക്കുക, മയ്യത്ത് സംസ്കരണം. എന്നാ പിന്നെ വേറെ പറയാൻ പോക്കില്ലല്ലോ. അങ്ങനെ മൂപ്പര് ചെറുപ്പക്കാരൊക്കെ വന്നു. പക്ഷെ മൂപ്പര് അന്ന് പറഞ്ഞത് ഒരു 17 വയസ്സായ യുവതിയായിട്ട് മയ്യത്തോടെ കുളിപ്പിച്ചു. അപ്പോ അതുപോലെ എയിലെ പോയാലും ഞാൻ ഈ വിഷയത്തിലേക്ക് വന്നു പോണത് എസ് എ ജമീൽ വരുമ്പോ അങ്ങനെ ആയി പോണത്, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. പിന്നെ ഇതിന്റെ സ്വന്തം അനുഭവം വിചാരിക്കട്ടെ, നിങ്ങൾ പലരെയും അനുഭവം എനിക്ക് മൊത്തം ആയി. അപ്പോ ഇത് ശരിക്കും അങ്ങനെയുള്ള അതാണ് എസ് എ ജമീൽ തന്നെ മനുഷ്യന്റെ പ്രത്യേകത. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ട് ഇങ്ങനെ പാട്ട് എഴുതിയത് ലോകത്താരാണ്? ഉണ്ട തീർന്ന പഴയ നാടൻ തോക്കാണ് ഞാൻ, ഇനി എന്റെ തോക്കും പൊട്ടുകയില്ലെങ്കിലും ഉണ്ടെനിക്കൊരു ചെറുപെൺ പുള്ളിമാന് വേട്ടയാൻ കൂട്ടിയിടാൻ കൂതിയിരുന്നു ഇപ്പോഴും. ഇങ്ങനെ പാട്ട് തന്നെ വലിയ പാടാണ്. അത് കലാകാരന്മാർ അങ്ങനെയാവണം. ആ തരത്തിൽ പാടുമ്പോ അതേപ്പോഴും പറയട്ടെ, എനിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ ആർക്കും ഇഷ്ടപ്പെടുമ്പോൾ നോക്കിയിരുന്നില്ല പാട്ടുണ്ട്. നമ്മൾ ഈ അഡ്ജസ്റ്റ്മെന്റിൽ പാട്ട് എഴുതുമ്പോഴാണ് ഈ പ്രശ്നം. നമ്മളൊരു പാട്ട് എഴുതി കഴിഞ്ഞാൽ, ഞാനൊരു പാട്ട് കേട്ട് ഞാൻ അന്തപ്പെട്ടു. എങ്ങനെയൊക്കെ ഈ പാട്ടിന് പുകഴ്ത്തുന്നത് മുത്തായ ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ ഞാൻ ആകെ അന്തപ്പെട്ടു. ഞാനിപ്പോ ഇലക്ഷനിൽ കേട്ടൊരു പാട്ട്, നമ്മൾ ഈ പുകഴ്ത്തുന്നത് എങ്ങനെയാണ് പുകഴ്ത്തുന്നത്? മുത്തായ ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്നത്. ചിഹ്നം എങ്ങനെ മുത്താകുന്നത് എനിക്കറിയില്ല. അപ്പൊ ഇങ്ങനെ പുകഴ്ത്തി പാട്ട് എഴുതിയ ഒരു ശീലമാണ്. രാഷ്ട്രീയം ഒന്നും ആരും എഴുതാറില്ല. ഈ സ്ഥാനാർത്ഥിനെയും ചിഹ്നത്തിന് ഇങ്ങനെ പുകഴ്ത്തുക ചെയ്യുക. ഞാൻ ആരോ ഇങ്ങനെ ഒരു വണ്ടിയിൽ കേട്ടതാണ്. അപ്പോ അങ്ങനെ പാട്ട് എഴുതുന്ന കാലത്ത് നമുക്ക് പ്രശ്നം ഉണ്ടാവും. ആർക്കും എരിവും കൊടുത്തോ അരികൊക്കെ നോക്കിയിട്ട് പാട്ട് എഴുതുകയാണ്. നിലപാടുകൾ അങ്ങനെ പറഞ്ഞൊരു കാലഘട്ടമാണ്. ആരും ആരെയും വിമർശിക്കാറില്ല. ഞാൻ നാളെ പറഞ്ഞ കാലത്ത് വാട്സാപ്പിലൊക്കെ എല്ലാ പാട്ടും നല്ലതാണ്, അതുകൊണ്ടൊന്നും ഞാൻ കേൾക്കാറില്ല. ഇടയ്ക്ക് മോശം പാട്ട് നമുക്ക് കേൾക്കാം. ഇതിലെന്തോ മോശം നമുക്ക് തോന്നുന്നുണ്ടാവും. ഇത് എല്ലാ പാട്ടും നല്ലതാണ്, പിന്നെ എന്തിനേക്കുന്നത് അങ്ങനെ ഉണ്ടല്ലോ പ്രശ്നം. അപ്പൊ ഇടയ്ക്കൊക്കെ ആളുകളൊക്കെ വിമർശിക്കണം, പാട്ടിനൊക്കെ അങ്ങനെയൊക്കെ ചെയ്യണം, കീറി മുറിക്കണം. വയമാശ എപ്പോഴും പറയാറുണ്ട്, ഒരു TP ശാസ്ത്രമകരം മാത്രം പാട്ട് ആവശ്യമുണ്ട്. എന്നാൽ കുറച്ച് ആളുകളൊക്കെ പാട്ട് നിർത്തുന്നു. നിർത്തിയല്ല വേണ്ടത്. ബാപ്പു വെള്ളിവർമ്മ പറഞ്ഞിട്ടുണ്ട്. ബിയ്യൻകുട്ടി മാഷ് മുറിയിൽ പാട്ട് എഴുതി കൊടുത്തിട്ട് ബിയ്യൻകുട്ടി മാഷ് നിനക്ക് ഈ പണി പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഓടിച്ചു. നേരം വെളുക്കുന്നതിനെ അദ്ദേഹത്തിന് കിടക്കാൻ റൂം പോലും കൊടുത്തില്ല. പക്ഷെ അദ്ദേഹം റിസപ്ഷനിൽ ഇരുന്ന് പാട്ട് എഴുതി നന്നാക്കി. അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയാണ് അവരൊക്കെ പാട്ട് എഴുതുകാരായത്. അതുകൊണ്ട് നമ്മുടെ പാട്ടുകാരൊക്കെ വിമർശിക്കുന്നത് നല്ലതാ. അപ്പോഴാണ് ഇത്തരം പാട്ടുകളൊക്കെ ഉണ്ടായി വരുന്നത്. നിങ്ങളെ കൊടുത്തതുപോലെ ഈ ആരെങ്കിലും എഴുതി കൊടുത്ത പാട്ട് അങ്ങനെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കാലഘട്ടമൊന്നും അല്ല കാലത്ത്. അപ്പൊ എസ് എ ജമീൽ മാഷെ പോലെയുള്ള ആളുകൾ അങ്ങനെ ജീവിക്കുന്നതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പാട്ട് എഴുതാൻ കഴിയുന്നത്. ആ തരത്തിലാണ് നമ്മൾ ഈ കലയെ സമീപിക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയമായി എന്ന് CV മാഷ് പറഞ്ഞു. ഇതിങ്ങനെ പറഞ്ഞു പോകണമെങ്കിൽ ഒരുപാട് ഇങ്ങനെ ഒരു ഓർഡറിലൊക്കെ ഞാനിവിടെ എന്റെ ചിതറിയ ചിന്തകളാണ്
ഇവിടെ അവതരിപ്പിച്ചത്. ചെറുവാടിയെ കുറിച്ച് വളരെ കൂട്ടത്തില് സിനിമാക്ക് TP അബ്ദുള്ള ചെറുവാടിയെ കുറിച്ച് പറയേണ്ടിയിരുന്നു എനിക്കറിയാണ്ട്. കാരണം അദ്ദേഹം പാട്ടുകാരെ കുറിച്ചല്ല പറഞ്ഞത്, അതുകൊണ്ടാണ് ഇത് വിട്ടുപോയത്. അദ്ദേഹം ചെറുവാടിയുടെ പശ്ചാത്തലമാണ് പറഞ്ഞത്. യേശുദാസൊക്കെ പാടി മനോഹരമാക്കിയ പാട്ടുകൾ, ആലമാകത്തൻ, നബീതാമം, അതുപോലെ പാട്ടുകളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു മണ്ണാണ് ചെറുവാടി. ഈത്തപ്പൂത്ത മക്കളിൽ ഹക്കുതിത്തല്ലോ എന്ന പാട്ട് നമുക്ക് തന്നത് CBA കുട്ടി മാറ്റാണ്. ഫുർഖാൻ അദീമാണ് CBA കുട്ടി മാറ്റാണ്. ആ സ്നേഹത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. അവിടെയും ഇങ്ങനെയൊക്കെ പാട്ടും സംഭവങ്ങളൊക്കെ ആലോചിക്കപ്പെടും. നല്ല പാട്ടുകൾ എഴുതാനും നല്ല പാട്ടുകൾ കേൾക്കാനും ആലോചിക്കാനും. അപ്പോ ഒന്നുകൂടെ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഒരു പാട്ടുകാരനായി വളരണമെങ്കിൽ നിങ്ങൾ ഈ കരോക്കെ സംവിധാനത്തിൽ പാടിപ്പടിയ നല്ലതാണെങ്കിലും സന്ദർഭം കിട്ടുമ്പോ ഇങ്ങനെ ഈ മാനുവലില് പാട്ട് പാടുന്നതാണ് നല്ലത്. അതും എനിക്ക് പലരുടെയും പാട്ട് കേൾക്കുമ്പോൾ തോന്നാറുണ്ട്. കാരണം കരോക്കയിൽ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ പാടി ആ തരത്തിൽ പാടാം. പക്ഷെ നമുക്കൊരു പാട്ടുകാരൻ എന്നുള്ള ഒരു വളർച്ച കുറച്ചുകൂടി വിപുലപ്പെടുത്തണമെങ്കിൽ ഇങ്ങനെയുള്ള അതിനൊക്കെ അവസരമാണ് സിനിമ ഷോ ഒരുക്കിയത്. ഏതായാലും എല്ലാവർക്കും ഇത്രയും നേരം എന്നെ കേട്ടതിന്, എന്നെ സഹിച്ചതിന് നന്ദി. നമസ്കാരം.